എങ്കില് നാളെ ക്ലാസ് തുടങ്ങുന്നത്. നാളെ ചേച്ചി മോളെ അങ്ങോട്ടേക്ക് വിടോ? ഓ ആയിക്കോട്ടെ. മോളൂട്ടിയുടെ ശരിക്കുള്ള പേരെന്താ? ശ്യാമ. അയാളോടുള്ള പകയായിരുന്നു എന്റെ മനസ്സിൽ. ഞാനിതൊന്നും ആരുടെ മുന്നിലും ഡിസ്ക്ലോസ് ചെയ്യാറില്ല. എനിക്കിഷ്ടവുമല്ല. പിന്നെ ചന്ദ്രശേഖരനോട് ഇത്ര അടുത്തതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. പിന്നെ ബെഞ്ചമിനിന്റെ വകയിലൊരു ബന്ധുവാ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധുക്കളാരുമില്ല. സാറയുടെ ചിരി കാണുമ്പോൾ സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ ചിരിയാണെന്നാ ഞാൻ കരുതിയത്. കൂടുതൽ അടുക്കുമ്പോഴല്ലേ നമ്മളൊക്കെ പരസ്പരം മനസ്സിലാക്കൂ. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ഭക്ഷണം റെഡിയാക്കി വെച്ച് കാത്തിരിക്ക. ചന്ദ്രൻ എന്താ വരാത്തെ? ഞാനൊരു അത്യാവശ്യ മീറ്റിംഗിലാ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്താ ചന്ദ്രേട്ടാ ഇത്? ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നറിയോ? ചന്ദ്രേട്ടൻ വന്നിട്ട് വേണം എനിക്കും കഴിക്കാൻ. ഉർവശി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്റെ മുമ്പിലിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാ. അയാളുടെ സമയത്തിന് വിലയുണ്ട്. താൻ ഫോൺ വെക്കേ. ചന്ദ്രേട്ടാ, ഫോൺ വെക്കാനല്ലേ പറഞ്ഞത്? ഞാൻ സെർവ് ചെയ്തോളാം. ഇന്ന് ഭാര്യ വിളമ്പിത്തരുന്ന ഭക്ഷണം നഷ്ടപ്പെട്ടതല്ലേ, അതാ ഞാൻ വിളമ്പിത്തന്നത്. ഭക്ഷണം ഒരുക്കി വെച്ച് കാത്തിരിക്കാൻ വീട്ടിലൊരു ഭാര്യയുള്ളത് ഭാഗ്യമാണ് ചന്ദ്രശേഖരൻ. വാട്ട് ഹാപ്പൻ? എന്താ പെട്ടെന്ന് മിണ്ടാതായത്? ഏയ്, സാറ് പറഞ്ഞ മഹാഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കായിരുന്നു. ആ? അത് ഭാഗ്യമല്ല, ഒരുതരം അഡ്ജസ്റ്റ്മെന്റ്. എന്റെ ഭാര്യയാവുന്ന ആളെക്കുറിച്ച് എന്റെ മനസ്സിൽ കുറെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം കെട്ടുന്ന ആളിലുണ്ടാവില്ല, അതുറപ്പാ. പക്ഷേ എന്റെയും ഉർവശിയുടെയും കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ആഗ്രഹിച്ച ഒരു ക്വാളിറ്റിയും അവൾക്ക് ഇല്ലെന്നുള്ളതാ. നിങ്ങൾ തമ്മിൽ ഒട്ടും ചേർച്ചയില്ലെന്ന് എനിക്ക് കണ്ട നിമിഷം തന്നെ തോന്നിയതാ. പിന്നെ ഞാൻ അങ്ങനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ. എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ പെരുമാറണമെന്ന് സെൻസ് പോലുമില്ല. ബിസിനസ് കാര്യങ്ങളിലോ പൊതുവിഷയങ്ങളിലോ ഒട്ടും താല്പര്യമില്ല. ജനിച്ചു വളർന്നു ജീവിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ ഉർവശിയുടെ കാര്യം. കാണുന്ന സൗന്ദര്യത്തിൽ കഴമ്പൊന്നുമില്ല, മനസ്സിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്നൊക്കെ ചിലർ പാടി പുകഴ്ത്തുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ നേരെ മറിച്ച, എന്റെ ഭാര്യ ഒരു സുന്ദരിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരുപക്ഷെ സാറയെ പോലൊരാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ഞാനായിരുന്നേനെ. ഓ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? 100%. ഒരു പെണ്ണ് എന്തായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സാറ. കഴിവുണ്ട്, സൗന്ദര്യമുണ്ട്, ആരെയും അട്രാക്ട് ചെയ്യാനുള്ള മിടുക്കുമുണ്ട്. റിയലി ഗുഡ്. എന്താ രാധിക ഇവിടെ നിൽക്കുന്നേ? ഞാൻ
സെന്തേച്ചെ കാത്തു നിൽക്കായിരുന്നു. ആണോ? എന്താ കാര്യം? അത് ചേച്ചി, ഞാനേ വീട്ടില് പഴയതുപോലെ മ്യൂസിക് ക്ലാസ് തുടങ്ങാൻ പോവാ. ആരെങ്കിലും കുട്ടികളുണ്ടാവോ? രാധിക ക്ലാസ് തുടങ്ങുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മോളെ അയക്കുമായിരുന്നല്ലോ. ഞങ്ങളൊരു നല്ല ടീച്ചറെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. ഓ, എങ്കില് നാളെ ക്ലാസ് തുടങ്ങുന്നത്. നാളെ ചേച്ചി മോളെ അങ്ങോട്ടേക്ക് വിടോ? ഓ, ആയിക്കോട്ടെ. മോളൂട്ടിയുടെ ശരിക്കുള്ള പേരെന്താ? ശ്യാമ. ഇവളെ ഞാൻ മോളൂട്ടിന്ന് വിളിക്കുന്നതല്ലേ രാധിക കേട്ടിട്ടുള്ളൂ. ഇവളുടെ ശരിക്കുള്ള പേര് ശ്യാമാന്ന. രാധികയുടെ അമ്മയുടെ പേര് തന്നെ. ചേട്ടന് ശ്യാമാമ്മയുടെ വലിയ ഇഷ്ടമാ. ആ ആരാധനയുടെ പേരിൽ ഇട്ടതാ. നന്നായി. അപ്പൊ നാളെ ക്ലാസ്സിന് കാണാം ചേച്ചി. ശരി ശരി, ടാറ്റാ. ബൈ. തിരുമേനിയുടെ വീട്ടിലേക്ക് അയക്കാനാണെങ്കിൽ എനിക്ക് 100 വട്ടം സമ്മതം. എനിക്ക് കൊച്ചുമക്കള് 2 പേരാ. അവർ 2 പേരും വരും. വളരെ സന്തോഷം. മോൻ കാനഡയിലാണേ. അവൻ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. പിള്ളേരുടെ ഡാൻസ് ക്ലാസ് എന്തായി, മ്യൂസിക് ക്ലാസ് എന്തായി എന്നൊക്കെ ചോദിച്ചു. തിരുമേനിയുടെ വീട്ടിലേക്കാണ് വിടുന്നതെന്ന് അറിഞ്ഞാൽ അവന് സന്തോഷമാവും. മോൻ വിളിക്കുമ്പോ എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞേക്കണേ. ശരി തിരുമേനി. അപ്പൊ ക്ലാസിന്റെ കാര്യം മറക്കണ്ട. നാളെ രാവിലെ. ആയിക്കോട്ടെ തിരുമേനി. നോട്ടീസൊക്കെ അടിച്ച് എല്ലാവരും അറിയിക്കണം എന്നൊക്കെയാ ഞാൻ കരുതിയത്. അപ്പോഴാ പിന്നെ നാളെ ഒരു ശുഭമുഹൂർത്തമുണ്ട്, ആ മുഹൂർത്തത്തിൽ തുടങ്ങിക്കൂടെയെന്ന് അച്ഛൻ ചോദിക്കുന്നത്. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. നാളെ ഞാൻ പേരക്കുട്ടിയും കൂട്ടി രാവിലെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. നമുക്കോ പാടാനോ ആടാനോ ഉള്ള കഴിവൊന്നും കിട്ടിയില്ല. പിള്ളേരെങ്കിലും അത് ചെയ്യട്ടെ, അല്ലേ രാധികേ? പഠിപ്പിന്റെ ഒപ്പം ഇത്തരം കാര്യങ്ങളോടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അല്ല രാധികേ, മ്യൂസിക് ക്ലാസിന്റെ പേരെന്താ? ശ്യാമ മ്യൂസിക് സ്കൂൾ. ഏയ് വരുൺ. ദീപക്, നീയായിരുന്നോ? വരുൺ, നീ എങ്ങോട്ടാ? ഒന്നുമില്ല, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയാ. എടാ, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞ കേട്ടപ്പോ വലിയ ഷോക്കായി പോയി. ജിത്തു, ഇത് വരുണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ഹലോ. ഞങ്ങൾ ഒന്നിച്ചൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്, റെഡ് സോയിൽ. നീ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പുതിയ ബിസിനസ് ഗ്രൂപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? വരുൺ ബിസിനസ് ചെയ്യുന്ന ആളാണോ? എടാ, ഇവനെ കുറിച്ച് നീ എന്താ കരുതിയിരിക്കുന്നേ? എടാ, നീ കേട്ടിട്ടില്ലേ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്? ഇവിടുത്തെ ഏറ്റവും പാരമ്പര്യമുള്ള കമ്പനിയാ. അത് ഇവരുടെ കുടുംബത്തിന്റെ ആയിരുന്നു. പിന്നെ ഇവന്റെ കാര്യമാണെങ്കിൽ ഇവൻ സ്റ്റേറ്റ്സിലായിരുന്നു. അവിടെ നിന്ന് വന്നു ബിസിനസ്സിലേക്ക് കയറി. ഓ, പക്ഷെ എന്തോ കഷ്ടകാലം, എല്ലാം നഷ്ടപ്പെട്ടു.